അലൻ ഹീത്ത് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ CQ18T എന്ന് പറഞ്ഞിട്ടുള്ള ഡിജിറ്റൽ മിക്സറാണ് ഇന്ന് നമ്മളിലുള്ളത്. ഓക്കെ, ഒരു കോമ്പാക്ട് മിക്സറാണ്. പൊട്ടും സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ആക്കാം. ഫസ്റ്റ് തന്നെ അലൻ ഹീത്തിൻ്റെ കുറച്ച് പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതാണ് മിക്സർ വരുന്നത്. ഒരു കോഡ് വയർ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് പാക്കിങ് വരുന്നത് കേട്ടോ. ഇത്രേ ഉള്ളൂ സംഭവം. ചെറിയൊരു മിക്സറാണ്. ഓക്കെ, 2 കോഡ് വയറാണ് കിട്ടിയത്. ഒന്ന് UK സ്റ്റാൻഡേർഡിലും ഒന്ന് നമ്മുടെ നാട്ടിലൊക്കെ പോലെ ഇത് തന്നെയാണ് ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡിലും വരുന്നത്. പിന്നെ വന്നിരിക്കുന്ന ഈ ഒരു ബോക്സിൽ എന്താണെന്ന് നോക്കട്ടെ. ഇതിൻ്റെ കണക്ഷൻ മറ്റേ അഡാപ്റ്റർ സംഭവങ്ങളൊക്കെ ആണെന്നുണ്ട്. ഓക്കെ, DCയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു അഡാപ്റ്ററാണ് സംഭവം. ഭയങ്കര കോമ്പാക്റ്റ് ഉണ്ട് സാധനം. ബാക്കിലൊരു കൂളിങ്ങിന് വേണ്ടി ഒരു ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് ചെറിയൊരു കോമ്പാക്റ്റ് ഒരു ഡിജിറ്റൽ മിക്സറാണുള്ളത്. ഇതെനിക്ക് തോന്നുന്നു മറ്റേ വൈഫൈ കണക്ട് ചെയ്യാനുള്ള മറ്റേ വയർലെസ് അപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. 16 ചാനലാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇംപ്രഷൻ. ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബെയറിംഗറിൻ്റെ 2442 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു USB മിക്സറാണ്. എനിക്ക് തോന്നുന്നു 24 ചാനൽ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നത്. അപ്പോൾ അത് ഭയങ്കര മാസീവാണ്. ഇവിടെ വെച്ചാലൊക്കെ ഭയങ്കര വലുതാണ്. അപ്പോൾ അത് കൊണ്ടുപോകാനും പ്രോഗ്രാമിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മിക്സർ മേടിച്ചത്. നമ്മൾ ബോക്സിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. അലൻ ഹീത്ത് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അലൻ ഹീത്തിൻ്റെ ഫുള്ളി ഡിജിറ്റൽ മിക്സിംഗ് കൺസോളാണ് ഈ കാണുന്നത്. 16 ചാനലാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഭയങ്കര കോമ്പാക്റ്റാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് അവർ പറയുന്നത് ബാഗിലിട്ട് കൊണ്ടുപോകാമെന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ബിൽറ്റ് ക്വാളിറ്റി അടിപൊളിയാണ്. ഫുള്ളി മെറ്റലിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ വരുമ്പോൾ അലൻ ഹീത്തിൻ്റെ ഒരു ആൻഡിൻ്റെ ഒരു ബ്രാൻഡിങ്ങാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 2 സൈഡിലും വരുമ്പോൾ. പിന്നെ താഴെ തന്നെ തുടങ്ങാം. താഴെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ഒരു കൂളിംഗ് ഫാനാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ വരുമ്പോൾ ഒരു കണക്ഷനും ഇവിടെ കൊടുത്തിട്ടില്ല. ആകെ നമുക്ക് ഇവിടെ പവർ സപ്ലൈ കണക്ട് ചെയ്യാനുള്ളതും ഇവിടെ ആ വയറ് പവർ സപ്ലൈയുടെ വയർ നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ ഒരു പവർ ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് മാത്രമാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. എല്ലാ സംഭവങ്ങളും വരുന്നതും ഫ്രണ്ടിൽ തന്നെയാണ്, അതിൻ്റെ മുകളിൽ തന്നെയാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 16 ഇൻപുട്ടാണ് വരുന്നത്. അതിൽ 8 1 to 8 വരുന്നത് XLR ഇന്നും പിന്നെ 9 to 16 വരുന്നത് കോംബോ ആണ്. അതായത് നമുക്ക് XLRും കൊടുക്കാം, നമുക്ക് 3.5 mm ജാക്കും നമുക്ക് അതിൽ ഫിക്സ് ആക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റും ഒരു സ്റ്റീരിയോ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ ഫുഡ് സ്വിച്ച് നമുക്ക് അത് ഇതിൽ കോൺഫിഗർ ചെയ്യാൻ പറ്റും, നമുക്ക് അതിൻ്റെ ഫങ്ഷൻസ്. പിന്നെ വരുന്നത് 6 ഔട്ട്പുട്ടാണ്. നമുക്ക് ഓക്സിലറിയൊക്കെ നമുക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ 6 ഔട്ട്പുട്ട്. പിന്നെ 2 മെയിൻ ഔട്ട്പുട്ടാണ് വരുന്നത്. അത് XLR ഔട്ട്പുട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ കുറേ തിങ്സ് കാണാൻ പറ്റും. അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് SD കാർഡ് ഇടാനുള്ള സംഭവമാണ്. അപ്പോൾ നമുക്ക് SD കാർഡ് ഇട്ടിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഫുള്ള് ചാനലൊക്കെ നമുക്ക് അതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് ഓൺ ദ സ്പോട്ടിനെ പ്ലേ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇത് നമുക്ക് നെറ്റ്വർക്ക് കേബിൾ കൊടുക്കാൻ പറ്റും. നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഈഥർനെറ്റ് കൊടുക്കാനും പറ്റും. ഇതിലെ ബിൽറ്റ് ഇൻ വൈഫൈ ആണ് ഈ കാണുന്നത്. കണ്ട, നമുക്ക് ഈ ആൻറ്റിനെ ഇതാക്കി വെച്ചാൽ നമുക്ക് ഇതിൽ ബിൽറ്റ് ഇൻ വൈഫൈ നമുക്ക് ഇതിലുണ്ട്. 2.4 ഉണ്ട്, 5 ഉണ്ട്. അത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഐപാഡിൽ ആപ്ലിക്കേഷനൊക്കെ നമുക്ക് റിമോട്ടായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് ഇപ്പോൾ നമുക്ക് കൂടുതൽ റേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കണക്ഷൻ എടുത്തിട്ട് നമുക്കൊരു എക്സ്റ്റേണൽ റൂട്ടർ വയ്ക്കാം. എന്നിട്ട് നമുക്കത് കോൺഫിഗർ ചെയ്തിട്ട് നമുക്ക് ലോങ് റേഞ്ചിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ കാണുന്നത് USB-B ഇതിനെന്താ USB-B എന്നല്ല പറയുക. ഓക്കെ, USB-B നമുക്ക് കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. പിന്നെ USB-A നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് സോങ്സും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ വരുന്നത് ഇത്രയും ഫിസിക്കൽ ബട്ടൺസാണ് ഇതിൽ കാണുന്നത്. ഈ ലെഫ്റ്റിൽ കാണുന്നത് 3 റോട്ടറി സ്മാർട്ട് വീൽസാണ് ഈ കാണുന്നത്. അതിൻ്റെ ഫങ്ഷൻസ് നമുക്ക് നോക്കാം. പിന്നെ റൈറ്റ് സൈഡിൽ വരുമ്പോൾ 3 സോഫ്റ്റ് കീസ് ഉണ്ട്. നമുക്ക് ഇതിന് ഓരോ ഫംഗ്ഷൻ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ താഴെ വരുമ്പോൾ ഇത് കോൺഫിഗറേഷൻ ബട്ടൺ, പിന്നെ പ്രോസസ്സിങ്, ഫെയ്ഡർ, എഫക്ട്സ് ബട്ടൺ, പിന്നെ ഹോം. പിന്നെ ഇത് സ്മാർട്ട് വീല്, ഇതും നമുക്ക് നോക്കാം എല്ലാം ഓൺ ആക്കിയിട്ട്. ഇതിൻ്റെ പവർ സപ്ലൈ ഇതാണ് വരുന്നത്. പ്രൊപ്പറേറ്ററി പവർ സപ്ലൈ അല്ല, ഫിഡസ് എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡിൻ്റെ ഒരു DC ഇതാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഇൻ കേസ് ഇത് പോകണമെങ്കിൽ തന്നെ നമുക്ക് ഈ ബ്രാൻഡിൻ്റെ സെയിം കോൺഫിഗറേഷൻ ഉള്ളത് മേടിക്കാൻ പറ്റുമെന്നേ ഉള്ളൂ. ഓക്കെ, നമുക്കിത് കണക്ട് ചെയ്യാം. ബാക്കിൽ കണക്ട് ചെയ്യാം. ഇങ്ങനെ ബാക്കിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ഓൺ ചെയ്യാം.
ഇവിടെ ലൈറ്റൊക്കെ മിന്നിട്ടുണ്ട്. അല്ല ഞാൻ ഹീറ്റ് എഴുതി കാണിക്കുന്നുണ്ട്. CQ റെഡിയായി. ഇവിടെ ഷട്ട് ഡൗൺ ലോക്ക്, ഇവിടെ നമുക്ക് താഴെ ഹെഡ്ഫോണിൻ്റെ 2 ജാക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സംഭവമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഹോം പേജ്, ഇതാണ് ഹോം. അപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഹോം പേജാണ് വരിക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ കണ്ട ക്വിക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ക്വിക്ക് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ഇതിൽ വരുന്നുണ്ട് ഓൾ ക്വിക്ക്, പിന്നെ ഓൾ കംപ്ലീറ്റ്, ഓൾ കോൺഫിഡൻസ്. നമുക്ക് പെട്ടെന്ന് എടുക്കാനുള്ളതാണ്. ഓൾ കംപ്ലീറ്റ് എടുക്കാം, എന്നിട്ട് റീകോൾ കൊടുക്കാം. യെസ്, റെഡിയായി. ഇപ്പോൾ നമുക്ക് എല്ലാ ഇൻപുട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ ഇൻപുട്ട് സ്റ്റീരിയോ ലിങ്ക്, അതായത് നമുക്ക് വേണമെങ്കിൽ 1 and 2 നമുക്ക് സ്റ്റീരിയോ പെയറായിട്ട് കൊടുക്കാം. അത് വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ അങ്ങനെ നമുക്ക് ഇത് ലൈബ്രറി എവിടെ നിന്ന് ചൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഇൻപുട്ടിൻ്റെ കളറൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. പിന്നെ ഗെയിൻ അസിസ്റ്റ്, നമുക്ക് ഇതിന് വേണമെങ്കിൽ ഗെയിൻ കൂട്ടണമെങ്കിൽ ഇത് കണ്ട നമ്മളിത് ടച്ച് ചെയ്താൽ ഇവിടെ റോട്ടറി വീല് ഇത് ശരിക്കും ഓറഞ്ച് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗെയിൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് ഇവിടെ കൂടുന്നുണ്ട. അപ്പം ഗെയിൻ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യം ഇല്ല. പിന്നെ ഫാൻറ്റം പവർ കൊടുക്കണമെങ്കിൽ ടച്ച് ചെയ്താലാവില്ല, നമ്മൾ ഒരു ലോങ് പ്രസ് കൊടുത്താൽ മാത്രമേ ഫാൻറ്റം പവർ ഓൺ ആവുള്ളൂ. ഓക്കെ, അത് നമുക്ക് മാറ്റാം. ഫാൻറ്റം പവറിൻ്റെ ആവശ്യം ഇപ്പോൾ നമുക്ക് ഇല്ല. അതാണ് ഇൻപുട്ട് വരുന്നത്. പിന്നെ ഔട്ട്പുട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഔട്ട്പുട്ട് നമുക്കിവിടെ കോൺഫിഗറേറ്റ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് സ്റ്റീരിയോ ലിങ്ക് കൊടുക്കണം, സ്റ്റീരിയോ ലിങ്ക് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മെയിൻ ഔട്ട്പുട്ട് തന്നെ കൊടുക്കാം. പിന്നെ ഇത് വരുന്നത് നമുക്ക് ഇവിടെ ഫോണാണ്. EQ ടൈപ്പ് നമുക്ക് വേണമെങ്കിൽ ഗ്രാഫിക് ഇക്വലൈസറാണ്, നമുക്കത് ഓണാക്കുമ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഇത് നമുക്ക് USB SD കാർഡ് നമുക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ബ്ലൂടൂത്ത് നമുക്ക് കണക്ട് ചെയ്തിട്ട് ബ്ലൂടൂത്തിൽ നിന്ന് നമുക്കിതിൽ ഡയറക്റ്റ് പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോ മൈക്ക് മിക്സറാണ്, AMM എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നിങ്ങളിപ്പം ഈ ഒരു കോൺഫറൻസ് ഒക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒരു ഓട്ടോമാറ്റിക്കായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് തരും. പിന്നെ കൺട്രോൾ നെറ്റ്വർക്ക്, ഇവിടെയാണ് നമുക്ക് ഫുഡ് സ്വിച്ച് കാര്യങ്ങളും നമുക്ക് ഇവിടെ അസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫുഡ് സ്വിച്ച് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ സോഫ്റ്റ് റോട്ടറീസ് ആണെങ്കിൽ നമുക്ക് ഫങ്ഷൻസ് അസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്മാർട്ട് റോട്ടറീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓണായി കിടക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഫംഗ്ഷനാണ് എടുക്കുന്നത് ഇത് ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ച് അസൈൻ ആവും. എനിക്കതിന് കുറച്ചും കൂടെ ഒരു ഈസി ആയിട്ട് തോന്നിയത്, ഇത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഇത് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ അത് ഓണായിട്ട് തന്നെ ഇടാറ്. പിന്നെ ഈ സോഫ്റ്റ് കീസ്, ഇതും നമുക്ക് എന്ത് ഫംഗ്ഷനാണോ വേണ്ടത് നമുക്ക് മ്യൂട്ടാക്കാം. എന്തെങ്കിലും ഫംഗ്ഷൻ നമുക്ക് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാൻ പറ്റും. പിന്നെ നെറ്റ്വർക്ക്, മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് പറയുന്നത്. നെറ്റ്വർക്ക് നമുക്ക് അസൈൻ ചെയ്ത് നമുക്ക് നെറ്റ്വർക്ക് സെറ്റാക്കാൻ പറ്റും. അപ്പോൾ CQT എന്ന് പറഞ്ഞിട്ട് ഇതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. നമുക്കിപ്പോൾ കണക്റ്റ് കൊടുക്കാം. അപ്പോൾ കണക്റ്റായി. അപ്പോൾ ഇതാണ് ഇൻ്റർഫേസ്. സെയിം ഇതിൻ്റെ ഇൻ്റർഫേസ് തന്നെയാണ് ഇതിലും വരുന്നത്. നമുക്കിപ്പോൾ കോൺഫിഗറേഷൻ പേജ് ഇപ്പോൾ ഇൻപുട്ട് ആണെങ്കിൽ നമുക്ക് കോൺഫിഗറേഷൻ പേജ് ഇൻപുട്ട് ഇതിൽ വന്നു വേണ്ട. ഇത് കംപ്ലീറ്റ് നേരത്തെ പറഞ്ഞ അതേ ഓപ്ഷൻ തന്നെയാണ് ഇതിൽ വരുന്നത്. നമുക്ക് സ്റ്റീരിയോ ലിങ്ക് കൊടുക്കണമെങ്കിൽ ഇതിൽ കൊടുക്കാൻ പറ്റും. സ്റ്റീരിയോ ലിങ്ക് വേണ്ട. പ്രോസസ്സിങ് ഇത് നമുക്ക് പ്രോസസ്സിങ് പേജിൽ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ സെയിം വേണ്ട. പ്രോസസ്സിങ്ങിൻ്റെ അതേ സെയിം പേജ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഫേഡർ പേജ് ഇവിടെ പോകുമ്പോൾ ഉള്ള അതേ സെയിം ഫേഡർ പേജ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇഫക്ട്സ് ടാബ്, ഇത് സെയിം ഇഫക്ട്സ് ടാബ് തന്നെയാണ് നമുക്ക് ഐപാഡിൽ വരുന്നത്. പിന്നെ ഹോം കൊടുത്തു കഴിഞ്ഞാൽ സെയിം അതിലേക്ക് പോയി. ഔട്ട്പുട്ട് ഇതൊക്കെ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്താണ്. ഇങ്ങനെയാണ് ഫെയ്ഡർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതാക്കാം. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും ഐപാഡിൽ കാണിച്ചു തരാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു മൈക്രോഫോണാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് ഈസി ഇപ്പോൾ കണക്ട് ചെയ്യാനായിട്ട്. JBLൻ്റെ പാർട്ടി ബോക്സിൻ്റെ മൈക്രോഫോണാണ് ഉള്ളത്. 3.5 അല്ല, സോറി 6.35 ക്വാർട്ടർ ഇഞ്ചിൻ്റെ ഒരു പ്ലഗിനാണ് നമുക്കുള്ളത്. അപ്പോൾ ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞത് 3.5 എന്നുണ്ട്. 3.5 അല്ല, ക്വാർട്ടർ ഇഞ്ച് പ്ലസ് XLR കൊടുക്കുന്ന കോംബോ ജാക്കാണ് ഇതുള്ളത്. ഓക്കെ, നമുക്കിത് 9 തന്നെ കൊടുത്തു. ഇത് ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ ക്വിക്ക് സ്റ്റാർട്ടിലേക്ക് പോകാം. ഓൾ കംപ്ലീറ്റ് തന്നെ കൊടുക്കാം. നമുക്ക് ഇൻപുട്സ് നമുക്ക് കൊടുത്തു. ഇപ്പോൾ ഞാനിപ്പം ഹലോ ഒന്നും കേൾക്കണ്ടല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോൾ 9 എന്നുള്ള ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 9ലേക്ക് പോവാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഗെയിൻ ഉണ്ടല്ലോ ഇവിടെ, ഈ ഗെയിൻ ഒന്ന് കൂട്ടി കൊടുക്കാം. ഇനി ഫെയ്ഡറിലേക്ക് ഒന്ന് പോയി നോക്കട്ടെ. ഫെയ്ഡറിലേക്ക് പോകുമ്പോൾ എന്താ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ കണ്ട ഈ ഒരു 9 അത് കൂട്ടി കൊടുക്കാം. ഹലോ ഇപ്പോഴാണ് ശരിക്കും മൈക്കിൽ നമുക്ക് കേൾക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഒരു ഫെയ്ഡർ പേജാണ് വന്നിരിക്കുന്നത്. ഫെയ്ഡർ പേജ് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കോൺഫിഗറേഷൻ പേജാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കോൺഫിഗറേഷൻ പേജിൽ നമ്മുടെ മൈക്കിൻ്റെ ലിങ്ക് നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗെയിൻ ഇവിടെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓട്ടോ ഗെയിൻ വേണമെങ്കിൽ നമുക്ക് ഓട്ടോ ഗെയിൻ അടിച്ചു കൊടുക്കാം. പിന്നെ ഇതിന് നമുക്ക് ഫാൻറ്റം പവറിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഇൻപുട്ട് കളറൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റിയെടുക്കാം. അപ്ലൈ, ഓക്കെ, ഒരു റെഡ് ആയി എടുക്കട്ടെ. അപ്പോൾ നമുക്ക് അങ്ങനെ ഇരിക്കും. ഓക്കെ, പ്രോസസ്സിങ്
ഇപ്പോൾ ഇതാണ് നമുക്കൊരു പ്രോസസ്സിങ് പേജ് വരുന്നത്. ഫസ്റ്റ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ സെയിം പേജ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്താൽ നമുക്ക് പിന്നെ ഉള്ളത് അതിന് താഴെ വരുമ്പോൾ ഗേറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഗേറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പം ഇത്രയും നമ്മൾ ഫ്രീക്വൻസി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ളത് ഇത് കടക്കില്ല. ശരിക്കും നമുക്ക് ഗേറ്റിൽ ടാപ്പ് തുറന്ന് വെള്ളം വരുന്ന പോലെ തന്നെ നമ്മളിവിടെ ഫ്രീക്വൻസി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസിയുടെ മുകളിലുള്ളത് ഇതിലേക്ക് വരില്ല. ഓക്കെ, ഗേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈക്വലൈസർ നമുക്ക് ഞാൻ ഇവിടെയും കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൽ നോക്കാം. ഇപ്പോൾ ഇവിടെ കണ്ട ഒരു പർപ്പിൾ കളറാണ്. അപ്പോൾ ഇതിലും പർപ്പിൾ കളർ തന്നെ ആയിട്ടുണ്ട്. അതാണ് സ്മാർട്ട് റോട്ടറീസിൻ്റെ ഇത്. നമ്മൾ ഇതിൽ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് അസൈൻ ആയിക്കോളും. കണ്ട, നമുക്കതിൽ മാറണണ്ട. ഓക്കെ, അങ്ങനെ കൊടുക്കാം. ഇവിടെ മാറുന്നതിനനുസരിച്ച് അവിടെ ഐപാഡിലും മാറുന്നുണ്ട് തിങ്സ്. കണ്ട, അതുകൂടാണ് നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബ്ലൂ ആണ്, ലൈറ്റ് ബ്ലൂ ആണ്. അപ്പം ഇവിടെ ലൈറ്റ് ബ്ലൂ കളർ ആയിട്ടുണ്ട്. അതും നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഐപാഡിലും മാറുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ റെഡാണ് നമ്മൾ ഇതാക്കിയിരിക്കുന്നത്. ഇവിടെയും റെഡായിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഹൈ ഫ്രീക്വൻസി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നമുക്ക് ടച്ചായിട്ട് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെയും മാറണണ്ട. ഇത് നമുക്ക് ഐപാഡിലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഈസിയാണ് നമുക്ക് ചെയ്യാനായിട്ട്. നമുക്ക് അവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. കണ്ട, ഞാനിതിപ്പോൾ അത് കുറച്ചു, ഇതും കുറച്ചു. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ സൗണ്ട് മൈക്കിൽ വരുമ്പോൾ. ഹലോ 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 ഹലോ. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫിക് ഈക്വലൈസറൊക്കെ നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണമെങ്കിൽ വെക്കാം. ഓക്കെ, അതിന് അടുത്തത് വരുന്നത് കംപ്രസറാണ്. അതും നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിടാം. റേഷ്യോ കാര്യങ്ങൾ, എത്ര ഷോൾഡ് എന്തൊക്കെയാണെന്നുള്ളത് അതിന് മേലുള്ളതൊക്കെ അത് കംപ്രസ് ചെയ്താണ്. ഇപ്പോൾ ഉള്ളത് സംബന്ധം വെച്ചാൽ നമ്മുടെ ഈ ബ്രീത്തിങ്ങിൻ്റെ സൗണ്ടൊന്നും ഇതിൽ വരുന്നില്ല. ഇതാണ് ഒരു പ്രോസസ്സിങ് പേജ് വരുന്നത്. പിന്നെ വരുന്നത് ഫെയ്ഡർ. അത് നമ്മൾ നേരത്തെ കണ്ട ഫെയ്ഡർ തന്നെയാണ്. ഇവിടെ നമ്മൾ ഫെയ്ഡർ അടിച്ചാലും ഇവിടെയും സെയിം തന്നെ. കണ്ട, നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് പിക്ക് ചെയ്തിട്ടുണ്ട്. ഈ സ്മാർട്ട് ഇത് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. കണ്ട, അതേപോലെ തന്നെ ഇതും തിരിച്ചാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഏതാണ് ടച്ച് ചെയ്യുന്നത്, അതിപ്പം മെയിൻ ആണെങ്കിൽ കണ്ടില്ലേ, ഇത് ടച്ച് ചെയ്തിട്ട് ഇത് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ആവാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഫെയ്ഡർ ഇത് വരുന്നത്. നമുക്ക് അടുത്തത് എഫക്ട്സിലേക്ക് പോകാം. എഫക്ട്സ് പേജാണ് ഈ കാണുന്നത്. നമുക്ക് നേരെ ഇൻപുട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഏതിലാണ് എഫക്റ്റ് വേണ്ടത്? ഇൻപുട്ട് 9 നമ്മൾ കൊടുത്തിട്ടുള്ളത്. 9 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻപുട്ട് 9 ക്ലിക്ക് ചെയ്തിട്ട് ഹലോ. കണ്ട, അപ്പം നമുക്ക് റീവർബ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൺട്രോളിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നത് ഈസി റീവർബ്. അപ്പോൾ അതെ ഹലോ. ഇപ്പം ഞാൻ ഇത് കൂട്ടുന്നതനുസരിച്ചിട്ട് ഇവിടെയും ഇത് കൂട്ടുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ എക്കോൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതും ചെയ്ത് കൊടുക്കാം. ഹലോ. അപ്പോൾ എത്രത്തോളം എക്കോ വേണം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇടാം. ഇതേപോലെ 4 നമുക്ക് ഇവിടെ കിട്ടുക. നമുക്കത് ഇതിൽ ഒരുപാട് എഫക്ട്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒരു സോങ് എന്തെങ്കിലും പ്ലേ ചെയ്യാൻ പറ്റുമോ നോക്കണ്ട. ഈ കാണുന്നത് ലിക്കാറ്റോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു മൊഡ്യൂളാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് എന്തായാലും അപ്ലോഡ് ചെയ്യാം. നമുക്ക് XLR ഇതിൽ ഓൾറെഡി ബ്ലൂടൂത്ത് കണക്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ ഒരു ബ്ലൂടൂത്ത് കണക്ഷൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു XLRൻ്റെ ബ്ലൂടൂത്ത് മൊഡ്യൂൾ മേടിക്കാവുന്നതാണ്. അപ്പോൾ ഓണാക്കി. അപ്പോൾ ഫെയ്ഡർ ഇൻപുട്ട് 1 ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ, ഈ കണക്ഷൻ സോങ്ങിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇൻപുട്ട് 1 to 8 ഇവിടെ വരും. പിന്നെ 9 to 16 ഇവിടെ വരും. പിന്നെ കണ്ടില്ലേ സ്റ്റീരിയോ, USB, ബ്ലൂടൂത്ത്, പിന്നെ FS കാര്യങ്ങളൊക്കെ അതിൽ വരും. പിന്നെ ഔട്ട്പുട്ടിൻ്റെ കാര്യങ്ങൾ ഇത്. അപ്പോൾ നമുക്കൊരു നോൺ കോപ്പി റൈറ്റഡ് സോങ് നമുക്ക് ഇതിൽ പ്ലേ ചെയ്യാം. എന്നിട്ട് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. നമുക്കിതിൽ വോളിയം കിട്ടുമ്പോൾ കണ്ട ഹെഡ്സെറ്റ് കേൾക്കണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് ഇതിൻ്റെ സംഭവങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഇതിന് സൗണ്ട് വരുന്നത് നമുക്ക് ഇതിന് വല്ല പ്രോസസ്സിങ് കൊടുക്കാം. ഗെയിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഇപ്പോൾ ഓൾറെഡി നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ ഗെയിൻ്റെ ആവശ്യമില്ല നമുക്ക്. പോട്ടെ, നമുക്ക് ഈക്വലൈസറിലേക്ക് പോകാം.
ഞാനെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോഫ്റ്റ് ബട്ടൺ ഉണ്ടല്ലോ, ഈ ഒരു സോഫ്റ്റ് ബട്ടൺ നമ്മൾ മ്യൂട്ട് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ആവശ്യം മ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മ്യൂട്ടായി. കണ്ട, ഇതാണ് നമുക്ക് സോഫ്റ്റ്ലി നമുക്ക് ഓരോന്ന് അസൈൻ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് മ്യൂട്ടാക്കണമെങ്കിൽ മ്യൂട്ടാക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഗുണങ്ങൾ. മ്യൂട്ടാക്കണം, ഞാൻ നേരത്തെ പറഞ്ഞാൽ മ്യൂട്ടാക്കാം. ഇതൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് ആപ്പ് കൺട്രോളുണ്ട്, ഇതുമുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്തത്. എനിക്ക് കുറച്ചും കൂടെ നല്ല ബിസി ഹോള് അങ്ങനത്തെ പരിപാടി വെക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൂട്ടർ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു വെയിറ്റ് കാര്യങ്ങൾ. നിസ്സാര ഒരു ചെറിയൊരു ഇതാണ്, പക്ഷേ നല്ലൊരു പവർഫുള്ളാണ്. നമുക്ക് ഒരേ ഒരു പോരായ്മ നമുക്ക് പറഞ്ഞാൽ ട്രഡീഷണൽ ഫെയ്ഡർ കാര്യങ്ങൾ നമുക്ക് കിട്ടില്ല. പെട്ടെന്ന് നമുക്ക് ഇഫക്ട്സ് ഒക്കെ കുറയ്ക്കണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പേജിൽ പോയിട്ട് വേണം ചെയ്യാനായിട്ട്. അത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് അലൻ & ഹീത്തിൻ്റെ CQ18T എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിജിറ്റൽ മിക്സർ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.